മുൻ ലോകസുന്ദരി ഐശ്വര്യ റായ് പ്രശസ്ത ബോളിവുഡ് താരം സൽമാൻ ഖാനുമായി പ്രണയബന്ധത്തിലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏറെ ചർച്ചയായ ഈ പ്രണയം ആരംഭിച്ചത് ഹം ദിൽ ദേ ചുകേ സനം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ്. പിന്നീട് 1999 മുതൽ 2001 വരെ ഇരുവരും ഡേറ്റിംഗിൽ തന്നെയായിരുന്നു. എന്നാൽ ഒടുവിൽ വേർപിരിയുന്നതിന് മുൻപ് തന്നെ ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ അവരുടെ ബന്ധം പല അഭ്യൂഹങ്ങൾക്കും ഇരയായിരുന്നു. സൽമാൻ ഐശ്വര്യയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു, ഒരിക്കൽ നടൻ ഗോവണിയിൽ നിന്ന് തള്ളിയിട്ട് നടിയുടെ തോളിലെ എല്ലൊടിഞ്ഞു എന്നൊക്കെ അന്ന് റിപ്പോർട്ടുകൾ വന്ന കാര്യമാണ്. 2001 സൽമാൻ ഖാൻ ഐശ്വര്യയുടെ വീടിൻ്റെ വാതിൽ നിർത്താതെ തട്ടുകയും വലിയ ബഹളമുണ്ടാക്കുകയും ചെയ്തതായി നിരവധി ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവമാണ് അങ്ങേയറ്റം പ്രശ്നങ്ങൾ നിറഞ്ഞത് എന്ന് വിശേഷിക്കപ്പെട്ട അവരുടെ ബന്ധത്തിൻ്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ടതെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നീട് ഫിലിം ഫെയറിന് നൽകിയ ഒരു പഴയ അഭിമുഖത്തിൽ ഐശ്വര്യ ഈ ഊഹാപോഹങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 2002 സൽമാൻ ഖാനും ഐശ്വര്യ റായും തങ്ങളുടെ ബന്ധം പരസ്യമായി തന്നെ അവസാനിപ്പിച്ചു. എല്ലാ ബന്ധങ്ങളിലും വഴക്കുകൾ സാധാരണമാണ് എന്ന് പറഞ്ഞ് സൽമാൻ എല്ലാം നിസ്സാരമാക്കിയപ്പോൾ ബജ്രംഗി ഭായ്ജാൻ താരത്തിൽ നിന്ന് താൻ ശാരീരികമായും വാക്കാലുള്ള വൈകാരികമായും കൊടിയ പീഡനമാണ് നേരിട്ടത് എന്ന് ഐശ്വര്യ റായ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പല അഭിമുഖങ്ങളിലും സൽമാൻ ഖാൻ ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. എന്നാൽ 2002 വേർപിരിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം ഐശ്വര്യ ഹൃദയഭേദകമായ ഒരു വിശദീകരണം നൽകിയിരുന്നു. അവർ എഴുതി: എൻ്റെ നല്ലതിനും എൻ്റെ മാനസികാരോഗ്യത്തിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അന്തസ്സിനും ആത്മാഭിമാനത്തിനും വേണ്ടി ഞാൻ പറയുന്നു, മതി, ഞാൻ മിസ്റ്റർ സൽമാൻ ഖാനോടൊപ്പം ഇനി ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. സൽമാൻ എന്ന അധ്യായം എൻ്റെ ജീവിതത്തിലെ ദുസ്വപ്നമായിരുന്നു. അത് അവസാനിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്നൊരു നീണ്ട പ്രസ്താവനയിൽ സൽമാൻ്റെ അമിത മദ്യപാനവും അങ്ങേയറ്റം മോശമായ പെരുമാറ്റങ്ങളും താൻ സഹിച്ചു നിന്നുവെന്നും, എന്നാൽ പകരമായി എനിക്ക് ലഭിച്ചത് അദ്ദേഹത്തിൽ നിന്നുള്ള അധിക്ഷേപങ്ങളും കടുത്ത ശാരീരികവും മാനസികവുമായ പീഡനവും വിശ്വാസവഞ്ചനയും അപമാനവുമാണ് എന്ന് ഐശ്വര്യ വെളിപ്പെടുത്തുകയായിരുന്നു. സൽമാനുമായുള്ള ബന്ധത്തെ സ്വകാര്യ പ്രശ്നങ്ങൾ പരസ്യമാക്കാനും മറ്റ് വൃത്തികെട്ട സത്യങ്ങൾ വിളിച്ചു പറയാനും പ്രേരിപ്പിച്ച വെറുപ്പുളവാക്കുന്ന അനുഭവമെന്നാണ് ജോധ അക്ബർ താരം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ തെറ്റുകളെയും കുറിച്ച് ഞാൻ മാന്യമായി മൗനം പാലിച്ചപ്പോൾ സൽമാനും അദ്ദേഹത്തിൻ്റെ കുടുംബവും സുഹൃത്തുക്കളും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബഹുമാനത്തിനെയും അന്തസ്സിനെയും അഭിമാനത്തെയും ആവർത്തിച്ച് ആക്രമിച്ചു. അതുകൊണ്ട് ആത്മാഭിമാനമുള്ള ഏതൊരു സ്ത്രീയെയും പോലെ ഇനി ഞാൻ ഒറ്റയ്ക്ക് മതിയെന്ന് തീരുമാനിച്ച് ഏകദേശം 2 വർഷം മുൻപ് ആ ബന്ധം അവസാനിപ്പിച്ചു. എന്നാൽ എൻ്റെ മാന്യമായ മൗനം കാരണം എല്ലാവരും എൻ്റെ നിലപാടിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കിംവദന്തികൾ പ്രചരിപ്പിക്കുകയും സഹപ്രവർത്തകരുമായുള്ള എൻ്റെ നല്ല ബന്ധങ്ങളെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് ഐശ്വര്യ റായ് പറയുകയായിരുന്നു. മറ്റ് വിശദാംശങ്ങളിലേക്കും വെറുപ്പുളവാക്കുന്ന അനുഭവങ്ങളിലേക്കും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ കാലമായി അവർ എൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ സമാധാനവും മനസ്വസ്ഥതയും തകർക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. എന്നാൽ അവർ ഒരു കാര്യം മറന്നുപോകും: ആർക്കും ദൈവം ചമയാനാവില്ല. കാരണം ഒരു ദൈവമുണ്ട്, അതുമാത്രമാണ് ഏക സത്യമെന്ന് ഐശ്വര്യ തൻ്റെ പ്രസ്താവന കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയായിരുന്നു.